എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. വാഷിംഗ്ടൺ ഡിസിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് കോഡ് കെട്ടിടത്തിന്റെ ഗംഭീരമായ ദീർഘചതുരങ്ങൾ, ന്യൂയോർക്ക് നഗരത്തിലെ ചർച്ച് ഓഫ് ദി റെസറക്ഷൻ കോണീയ രൂപങ്ങൾ, ഫ്ലോറിഡയിലെ സരസോട്ട കൗണ്ടിയിലെ വാം മിനറൽ സ്പ്രിങ്സ് മോട്ടലിൻ്റെ പ്രവേശന കവാടത്തിന് ചുറ്റുമുള്ള കൂൺ ശൈലിയിലുള്ള കുടകൾ എന്നിവയുടെ ആധുനിക വാസ്തുവിദ്യ കൊണ്ടാണ് വിക്ടർ എ ലെൻഡി ശ്രദ്ധേയനായത്. ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ച വിക്ടർ ലെൻഡിക്ക് ചിത്രരചനയിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. ആ അഭിരുചി അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം മുഴുവൻ വളർത്തിയെടുത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ യുദ്ധമുന്നണിയിലേക്ക് അയക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം വാസ്തുവിദ്യ പഠിക്കാൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ലെൻഡി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി. സ്വയം ഒരു പേരുണ്ടാക്കാൻ സരസോട്ടയിലേക്ക് പോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് US 26th ഇൻഫൻട്രി ഡിവിഷനിൽ ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ച വർഷങ്ങളാണ്. 1942 ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്റ്റ് ആകാൻ പഠിക്കുമ്പോൾ വിക്ടർ എ ലെൻഡിക്ക് 19 വയസ്സായിരുന്നു. യുദ്ധാനന്തരം തകർന്നടിഞ്ഞ യൂറോപ്പിനെ പുനർനിർമ്മിക്കുന്നതിൽ ഒരവസരം നൽകിയതിനാൽ അദ്ദേഹത്തെ യുദ്ധം ആവേശഭരിതനാക്കി. അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹവും മറ്റു കോളേജ് വിദ്യാർത്ഥികളും ആർമി സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചേർന്നു. എന്നാൽ ഇൻഫൻട്രിയിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു അവരെ. ലെൻഡി പരിഭ്രാന്തനായി. പിന്നീട് തൻ്റെ പരിശീലന സമയത്ത് അദ്ദേഹം "ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ സ്കെച്ചിങ്ങിൻ്റെ തിരക്കിലായിരുന്നു" എന്ന് ഓർമ്മിച്ചു. എന്നാൽ താമസിയാതെ "ഞാൻ യുദ്ധത്തെ അറിഞ്ഞു, ശരിക്കും യുദ്ധാനുഭവം യുവാക്കളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു" എന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ലെൻഡി യുദ്ധത്തിലൂടെ തൻ്റെ ചുറ്റുപാടുകളിലുള്ളതെല്ലാം വരച്ചു. നിർബന്ധിത മാർച്ചുകൾ, വിശ്രമിക്കുന്ന പുരുഷന്മാർ, ഫ്രഞ്ച് ഗ്രാമങ്ങൾ എന്നിവയെല്ലാം. ഒരിക്കൽ ലെൻഡി യുദ്ധപരിക്കുകൾ കാരണം ചികിത്സയിലായിരിക്കുമ്പോൾ ഒരു സർജൻ അദ്ദേഹത്തിൻ്റെ രേഖാചിത്രങ്ങൾ ശ്രദ്ധിച്ചു. സർജൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ മെഡിക്കൽ പ്രൊസീജിയർ വരയ്ക്കാൻ അദ്ദേഹത്തെ നിയമിച്ചു. ഇത് ലെൻഡിക്ക് യുദ്ധമുന്നണിയിൽ അപകടകരമായ 8 മാസങ്ങളെ മാറി നിൽക്കാൻ സഹായിച്ചു. 3x5 ഇഞ്ച് വലിപ്പമുള്ള 2 ഡസനിലധികം സ്പൈറൽ ബൗണ്ട് സ്കെച്ച് ബുക്കുകൾ ലെൻഡി വരച്ചു നിറച്ചു. അതിൽ 8 ഇപ്പോഴും നിലനിൽക്കുന്നു. ആകെ 158 പെൻസിൽ സ്കെച്ചുകൾ അടങ്ങിയ ഇവ 2009 ലൈബ്രറി ഓഫ് കോൺഗ്രസിന് അദ്ദേഹം സംഭാവന ചെയ്തു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.